നൈജീരിയയിൽ നിന്ന് നൂറുകണക്കിന് ആളുകളുടെ കൂട്ടക്കൊലയുടെ വാർത്ത കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ ചെറിയൊരു വാർത്തയായി കണ്ടതാണ് നമ്മുടെ മാധ്യമങ്ങളിൽ പാലസ്തീനിലെ കുട്ടികളുടെ കരച്ചിൽ കാണാനാണല്ലോ അവർക്ക് അതിനുള്ള നേരമല്ലേ അവർക്കുള്ളൂ. നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കരയാൻ ഇവിടെ ആളില്ല, അത്തരത്തിലൊരു വോട്ട് ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി കരയാൻ ഇവിടെ രാഷ്ട്രീയക്കാരുമില്ല. ഇപ്പോഴത്തെ നൈജീരിയയിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ പുലർച്ചെ തീവ്രവാദികൾ നടത്തിയ റെയ്ഡിൽ 300-ലധികം വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന ആസൂത്രിതമായ ഭീകരതയുടെ ഏറ്റവും പുതിയ സംഭവമാണിത്. ഇന്നലെ പുലർച്ചെ 1 മണിക്കും 3 മണിക്കും ഇടയിൽ തോക്കുധാരികൾ നൈജർ സ്റ്റേറ്റിലെ പാപ്രിയിലുള്ള സെന്റ് മേരീസ് കാത്തലിക് സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി. ഏകദേശം 300 സ്കൂൾ കുട്ടികളും 12 സ്റ്റാഫും ഉൾപ്പെടെ അവർ തട്ടിക്കൊണ്ടുപോയി. ഒരു സുരക്ഷാ ജീവനക്കാരന് വെടിയേറ്റതായും ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചു. ഒരു ടെറർ ഗ്രൂപ്പും ഇതുവരെയും ഔദ്യോഗികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ബാക്കിംഗ് ഉള്ള ബോക്കോ ഹറാമാണ് ഇത് ചെയ്തതെന്ന് പലരും പറയുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2014 ബോക്കോ ഹറാം നടത്തിയ ചിബോക് തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന നിരവധി സംഭവങ്ങൾ നൈജീരിയ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൊണ്ടഗോറയിലെ കത്തോലിക്ക രൂപത ഈ ആക്രമണത്തെ വേദനാജനകവും അസ്വസ്ഥജനകവുമെന്ന് വിശേഷിപ്പിക്കുകയും നടന്നുകൊണ്ടിരിക്കുന്ന മതപരമായ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു. ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രത്യേകിച്ച് നൈജീരിയയിലെ വടക്കൻ മധ്യ മേഖലകളിൽ ആസൂത്രിതമായി അടിച്ചമർത്തൽ നടത്തുകയാണെന്ന് ക്രിസ്ത്യൻ സമൂഹം കുറെ നാളുകളായി പറയുന്നുണ്ട്. ഇതിനിടെ പ്രമുഖ നൈജീരിയൻ ക്രിസ്ത്യൻ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഈസെ ഗ്ലോറിയ ചിദിൻമ ഈ ഭീകരാക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചു. നൈജീരിയൻ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനിയായ ചിദിൻമയുടെ ഇളയ സഹോദരി തലനാരിഴയ്ക്കാണ് തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിനു മുൻപും തന്റെ കുടുംബം ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. തന്റെ അമ്മയും ജ്യേഷ്ഠനും മുൻപ് തട്ടിക്കൊണ്ടുപോയപ്പെട്ടിട്ടുണ്ട് ഈ ബോക്കോ ഹറാമിന്റെ കൈകളിൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും ചിദിൻമ വെളിപ്പെടുത്തി. നൈജീരിയയിലെ മുസ്ലിം നേതൃത്വത്തിലുള്ള സർക്കാരും മുസ്ലിം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ മതപരമായ ബോക്കോ ഹറാം ഭീകരതയ്ക്ക് നേർക്ക് കണ്ണടയ്ക്കുകയാണെന്ന വിമർശനങ്ങളെ സാധൂകരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ചിദിൻമയുടേത്. ഇസ്രായേൽ സയനിസ്റ്റുകൾ രൂപപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികളെ ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇപ്പുറത്തൊരു ക്രിസ്ത്യൻ മിലിറ്റന്റ് ഗ്രൂപ്പ് അവിടെ ഇല്ല. ചർച്ച് അതിൽ വിശ്വസിക്കുന്നില്ല. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന അടിച്ചമർത്തൽ ആഗോള തലത്തിൽ ചർച്ച നേടിയപ്പോൾ ട്രംപ് സർക്കാരിന്റെ ശ്രദ്ധ നേടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുന്ന ഇസ്ലാമിക ഭീകരരെ തുടച്ചു നീക്കാൻ നൈജീരിയയിലേക്ക് അമേരിക്കൻ സേനയെ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതുവരെ അത്തരമൊരു ഇടപെടലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഈ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ശ്രദ്ധ നേടുമ്പോൾ അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. അതേസമയം നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യൻ വംശഹത്യ എന്ന വാദം തള്ളിക്കളയുന്നു. പാശ്ചാത്യ സംസ്കാരത്തിനെയും ക്രിസ്ത്യാനിറ്റിയും എതിർക്കുന്ന 2002 രൂപീകൃതമായിട്ടുള്ള ബോക്കോ ഹറാം എന്ന തീവ്രവാദ സംഘടന 2009 മുതൽ നൈജീരിയയിൽ സ്ഥിരമായി ഭീകരാക്രമണങ്ങൾ നടത്തി വരുന്നു. 2009 മുതൽ 2025 വരെ അവിടെ അവർ കൊന്നൊടുക്കിയ 5 വയസ്സിന് താഴെയുള്ള ക്രിസ്ത്യൻ കുട്ടികളുടെ എണ്ണം 3 ലക്ഷത്തിലധികം വരുമെന്ന് അൽ ജസീറയ്ക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.